വിശുദ്ധ ബൈബിളിൽ സുവിശേഷ ഭാഗങ്ങളിൽ ഏറ്റവും ശക്തമേറിയ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. John's gospel is one of the most powerful word which you find in the scriptures. ഞാൻ ചിലർക്ക് ബൈബിളുകൾ കൊടുക്കുമ്പോൾ, ബൈബിൾ ഇല്ലാത്തവർക്ക് ബൈബിൾ സമ്മാനിക്കുമ്പോൾ, ബൈബിൾ വായിച്ചിട്ടില്ലാത്തവർക്ക് ബൈബിൾ കൊടുക്കുമ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ, പാസ്റ്ററെ, ഞാൻ ഇതിനകത്ത് ഏത് അധ്യായമാണ് വായിക്കേണ്ടത്, എവിടെ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത്, ഏത് ചാപ്റ്ററാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ബൈബിളിനകത്ത് ഈ മാർക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ആ റിബൺ എടുത്തിട്ട് യോഹന്നാന്റെ സുവിശേഷം തുറന്ന് ഞാൻ ആ റിബൺ അതിനകത്ത് വെച്ച് ബൈബിൾ അടച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയും, യോഹന്നാന്റെ സുവിശേഷം വായിച്ചു തുടങ്ങുക. When I give Bibles to people who don't have Bibles, they usually ask me which portion of the Bible we need to start reading, and the practice is that I take the ribbon of the Bible and I will keep it as a bookmark in John's Gospel and close it and give to them, and I will say to them, read from John's Gospel. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നാം വായിക്കുവാൻ പോകുന്നു 20-ാമത്തെ അധ്യായം. അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. The Gospel of John, chapter 20, verses 1 to 7. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ വായിക്കാം. ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കൽ എത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവരതുവരെ അറിഞ്ഞില്ല. വിശുദ്ധ ബൈബിളിൽ ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം അതിശക്തമാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു ആര്, എന്ത് എന്നുള്ളതിനെ കുറിച്ച്, അവന്റെ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഏതു വ്യക്തികൾക്കും വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലകളിലും നിലവാരത്തിലുമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. John's gospel is very powerful gospel, and anyone who want to know what was the work of Jesus, how he lived, what were his teachings, everything, it can be plainly understood to anyone who reads Gospel of John. ഞാൻ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ആ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് 20-ാമത്തെ അധ്യായം എന്നൊരു അധ്യായം ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 20-ാമത്തെ അധ്യായത്തിന്റെ 31 വാക്യങ്ങൾ, ആ 31 വചനങ്ങൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ലായിരുന്നു. ഇന്ന് ഈ ലൈവും ഇല്ല, ഈ യോഗവും ഇല്ല, ഞാനും ഇല്ല. If there was no chapter 20 in the Gospel of John, these 31 most important verses, if it was not there, then there is no Christianity, there is no live program like this, there is no church, and nothing makes sense. അപ്പോൾ ഏറ്റവും ശക്തമായ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിശക്തമായ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനമായ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു ദൈവിക സന്ദേശമായും പ്രവചനമായും വെളിപ്പാടായും പരിണമിക്കുവാൻ പോകുന്നത്. 2 important events took place in chapter 20 of John's Gospel, and that 2 events are going to bring revelations into your life, and it's going to make difference in your life. ഈ 2 സംഭവങ്ങളും നടന്നിരിക്കുന്നത് ഒറ്റ ദിവസമാണ്.
These two events took place in one day. ഈ രണ്ട് സംഭവങ്ങളും വിശുദ്ധ ബൈബിളിൽ വ്യക്തമാക്കുന്നത് ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. And these two events are explained in this Bible, talking about that significant day. നമ്മളിപ്പോൾ വായിച്ച 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു എന്ന് കാണുന്നു. And we read in the first verse, on the first day of the week, Mary Magdalene came to the tomb early while it was still dark and saw that the stone has been taken away from the tomb. ഈ 20-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് അതേ ദിവസം പറഞ്ഞതായി നാം വായിക്കുന്നു. And in verse 19 we read like this, then the same day at evening, being the first day of the week, when the doors were shut where the disciples were assembled for fear of the Jews, Jesus came and stood in their midst, which happened in the same day. ഈ ഭാഗം ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ തിരിച്ചറിയുക, എന്താണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസത്തിന്റെ പ്രത്യേകത. Now I would like you to realize one important thing. What's the significance of that first day of the week? ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു കന്യകയായ മറിയയുടെ ഉദരത്തിന്റെ പരിമിതികളിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് 30-ാമത്തെ തിരുവയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപേണ അവന്റെ മേൽ ഇറങ്ങി വന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ ശബ്ദം കേട്ട് ആത്മാവിൻ്റെ ശക്തിയോടെ യോർദാൻ വിട്ട് മരുഭൂമിയിൽ 40 രാവും 40 പകലും ഉപവസിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്ന് ആമിൻ കാനാവിലെ കല്യാണ വീട്ടിൽ ആദ്യത്തെ അത്ഭുതത്തിന് തുടക്കം കുറിച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, തുടർന്ന് അന്ധന്മാർക്ക് കാഴ്ച കൊടുത്ത്, ചെകിടന്മാർക്ക് കേൾവി കൊടുത്ത്, ഊമരെ സംസാരിപ്പിച്ച്, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി, മുടന്തരെ മാനിനെ പോലെ തുള്ളിച്ചാടി നടക്കുമാറാക്കി, 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്ത് വാഴ്ത്തി വർദ്ധിപ്പിച്ച് 10,000-ങ്ങളായി വർദ്ധിപ്പിച്ച് 10,000-കണക്കിന് പുരുഷാരത്തിന് വിളമ്പി, കടലിന്റെ മുകളിലൂടെ പാദങ്ങൾ ഊന്നി നടന്ന് അത്ഭുതങ്ങൾ ചെയ്ത് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ വീണ്ടെടുത്ത് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട് കല്ലെറിഞ്ഞു കൊല്ലുവാൻ വിധിക്കപ്പെട്ട സ്ത്രീയെ അവളുടെ പാപം വിമോചിപ്പിച്ച് അവളെയും ദൈവരാജ്യത്തിന്റെ അംഗമാക്കി തീർത്ത് സമൂഹത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്ത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ആഹ്വാനം കൊടുത്ത് ഏറ്റവും ഒടുവിൽ തൻ്റെ സമയ ദൗത്യ നിർവഹണത്തിന്റെ സമയം വന്നപ്പോൾ ഗതശമനയുടെ തോട്ടത്തിൽ അർദ്ധരാത്രിയിൽ പ്രാർത്ഥനാ നിരതനായി തൻ്റെ പ്രാണൻ അതിവേദനയിലായി തൻ്റെ വിയർപ്പുകൾ നിലത്തു വീഴുന്ന ചോരത്തുള്ളി പോലെയായി ആ രാത്രിയിൽ യൂതചുംബനം കൊണ്ട് കാണിച്ചു കൊടുത്ത് പടയാളികൾ അവനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോയി പല പല കോടതികൾ മാറി മാറി വിധിച്ച് ഗബദായുടെ കൽത്തളത്തിൽ അവന്റെ ശരീരം അടിച്ചു തകർത്ത് പച്ച പൈൻമര കുരിശ് ചുമലിൽ ഏൽപ്പിച്ച് ആമീൻ ആ കുരിശും കൊണ്ടവൻ യാത്ര ചെയ്യുമ്പോൾ വീണും എഴുന്നേറ്റും യാത്ര ചെയ്യുമ്പോൾ അടികൾ ഓരോന്നായി മുതുകത്ത് പതിക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കുവാനുള്ള പ്രാണനില്ലാതെ ശക്തിയില്ലാതെ ജീവനില്ലാതിരിക്കുമ്പോൾ അതുവഴി വയലിൽ നിന്ന് കടന്നു വന്ന കുറേനക്കാരനായ ശിമോനോട്, ശിമോനെ കുരിശിന്റെ അറ്റം താങ്ങുക എന്ന പടയാളികളുടെ ആഹ്വാനത്താൽ ആ കുരിശിന്റെ അറ്റം താങ്ങിപ്പിടിച്ച് കാൽവറി മലയോളം എത്തി മാനവകുലത്തിന്റെ വിമോചനത്തിനും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ നസ്രയനായ യേശു ക്രൂശിതനായി. നിക്കോദിമോസും അരിമത്യയിലെ മന്ത്രിയായ ജോസഫും സന്ധിക്ക് മുൻപ് അവന്റെ ശരീരം കെട്ടി താഴെ ഇറക്കി ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി. താങ്ങുവാൻ കഴിയാതെ മറിയം കരഞ്ഞുകൊണ്ടുപോയി. യോഹന്നാൻ അവളെ സ്വീകരിച്ച് തന്റെ കരം പിടിച്ചു കൊണ്ടുപോയി.
ഏറ്റവും ഒടുവിൽ ഇന്ന് വരെ ആരും വെച്ചിട്ടില്ലാത്ത കല്ലിൽ വെട്ടിയ കല്ലറയിൽ എൻ്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ലെന്ന തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ഒരു മന്ത്രിയുടെ, അരുമത്തിയിലെ മന്ത്രിയുടെ കല്ലറയിൽ അടക്കിയതിൻ്റെ, ദൈവപുത്രനെ കല്ലറയിൽ അടക്കം ചെയ്തതിൻ്റെ 3-ാം ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, മഗ്ദലക്കാരിത്തിയായ മറിയം ചങ്കുപൊട്ടിക്കൊണ്ട് വീണ്ടും ഒന്നുകൂടൊന്ന് കാണാനുള്ള കൊതിയോടെ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ ഇരുട്ടുള്ളപ്പോൾ കല്ലറവാതിക്കൽ ചെന്നു. യുദാസനെ കഴിയുന്നത് പോലെ ട്രാൻസ്ലേറ്റ് ചെയ്താട്ടെ. Feeling the presence of God in my body. All the events that took place right from the birth of Jesus and right from the baptism, when the Holy Spirit was ascending down from heaven and the Heavenly Father declaring, "This is my son." Right from there, he was setting the captives free. He was giving sight to the blind. He was giving healing to the sick. And he was moving forward, preaching the good news. And what happened, the main mission for which he come, and he was delivering the people through his blood. And on the cross, he died. And what happened after that, he was placed in a sepulcher that was not laid by anyone else before. And he died and he was kept in the tomb. And this first day of the week is so important that that day is the third day after the death of the Savior of the world. And Mary was there looking with utter hopelessness that my Messiah is in the sepulcher, in the tomb. വിശുദ്ധ ബൈബിളിനകത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വ്യക്തി, ഒരു സഹോദരി ശ്രദ്ധേയമായി തീരുന്നത് ഈ ഭാഗത്തിലാണ്. ഞാൻ ആ സഹോദരിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അവൾ ആരായിരുന്നെന്നും അവൾ എന്തായിരുന്നെന്നും അവളെ ദൈവപുത്രനായ ക്രിസ്തു അവനിലുള്ള വിശ്വാസം എന്താക്കി തീർത്തെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വ്യക്തമാക്കാം. Through this Bible portion, what the Holy Spirit reveals is that he is bringing to the front a person who was unrecognized throughout the Bible, and I would like to bring into your recognition who this person was and what Holy Spirit did to her. വിശുദ്ധ ബൈബിളിൽ ഇസ്രായേലിലെ ഒരു സ്ഥലമാണ് മഗ്ദൽ എന്ന ദേശം. മഗ്ദൽ എന്ന ദേശക്കാരിയായിരുന്നു മഗ്ദൽ മറിയം, അല്ലെങ്കിൽ മഗ്ദലക്കാരിയായ മേരി. Mary the Magdalene was a person who resided in a place in Israel called Magdal. ആ സഹോദരിയുടെ ജീവിതം വളരെ തകർന്നതായിരുന്നു. Her life was totally wrecked. അവളെ തകർത്തത് പൈശാചിക ശക്തികളാണ്. It was the evil spirits which wrecked her life. അത് കാണുന്നത് ലൂക്കോസ് സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 1-2 ഭാഗങ്ങൾ. ലൂക്കോസ് 8-ന്റെ 1-2 ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നു. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും യേശു കർത്താവ് സഞ്ചരിച്ചു. 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവനോടുകൂടെ 12 പേരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരിത്തി മറിയയും. ശ്രദ്ധിക്കുക, 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരിത്തി മറിയയും. നമുക്കറിയാം, ഒരു വ്യക്തിയെ അശുദ്ധാത്മാക്കൾ നയിച്ചാൽ, ഭൂതശക്തികൾ നയിച്ചാൽ, പൈശാചിക ശക്തികൾ നയിച്ചാൽ ഉറപ്പായിട്ടും അവൾ വെളിച്ചത്തിലല്ല, അവളുടെ ജീവിതം ഇരുട്ടിലായിരിക്കും. What we understand from Luke chapter 8, 1, 2 and 3 is that, especially in verse 2, certain woman who had been healed of evil spirits and infirmities, Mary called Magdalene. And we know that if any person is inflicted by tormented by the evil spirits, she will be totally in control of that evil spirit. ഈ സഹോദരി മുൻപ് ആരായിരുന്നു എന്നുള്ളത് പല സുവിശേഷ ഭാഗങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ അവളെ അങ്ങനെയാണ്, ആ സഹോദരി അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവ ആഴ്ചവട്ടത്തിന്റെ 1-ാം
നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷമായി എന്ന് എഴുതിയിരിക്കുന്നു. We have the life of this great woman of God scattered throughout the gospel, especially we have from Mark chapter 16 verse 9. Now when Jesus was risen early the first day of the week, he appeared first to Mary Magdalene, out of whom he had cast 7 devils. അവൾ പാപജീവിതം നയിച്ചവളായിരുന്നു. അവൾ പാപിനിയായ സ്ത്രീയായിരുന്നു. അവളിൽ അശുദ്ധാത്മാക്കൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സർവീസിനകത്ത് വിശ്വാസത്തോടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഒരു വ്യക്തിയെ അശുദ്ധാത്മാവ് നയിച്ചാൽ അവൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ, ഞാൻ പ്രസംഗിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം എടുത്ത് വായിച്ചാൽ മതി. അവിടെ ഗദരദേശത്തെ ഒരു ഭൂതഗ്രസ്തനുണ്ട്. 6000 ഭൂതങ്ങൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. അവൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. അവൻ കല്ലെടുത്ത് അവനെ തന്നെ ചതയ്ക്കുമായിരുന്നു. അവൻ തന്നെ തന്നെ ശപിക്കുമായിരുന്നു. അവൻ വസ്ത്രം ധരിക്കില്ലായിരുന്നു. അവൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായിരുന്നു. അതെ, അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിച്ചാൽ, പൈശാചിക മണ്ഡലങ്ങൾ ഒരു കുടുംബത്തെയോ വ്യക്തിയോ സ്വാധീനിച്ചാൽ അവൻ്റെ ജീവിതം ഒരിക്കലും ഒരു വിജയമായിരിക്കില്ല. അവളുടെ ജീവിതം ഒരിക്കലും ഒരു വിജയമായിരിക്കില്ല. അത് വൻ പരാജയമായിരിക്കുമെന്നുള്ള സത്യം തിരുവെഴുത്തുകളിൽ പല നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. If you want to have any idea about how a person who is afflicted by unclean spirit will be, go and read Mark chapter 5, where a person who was the demoniac of the Gadarene, and he was afflicted by almost 6,000 demons. And look at him, he was naked, he was unable to be controlled even by fetters or chains. He used to bruise his body with stones, and nobody could walk around, and he used to curse himself. And you can understand how an evil spirit torments a person, and there is utterly no hope for that person. That's the power of the evil spirit in a person. ഇതേ അശുദ്ധാത്മ ശക്തിയാണ് ഈ സ്ത്രീയെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത് മഗ്ദലക്കാരത്തി മറിയം ഭയങ്കര വിശുദ്ധയായിരുന്നു, അതുകൊണ്ടാണ് അവൾക്ക് ജീവിതമുണ്ടായത്. അവളുടെ ജീവിതം ഭയങ്കര ഒരിക്കലുമല്ല. തകർന്ന് തരിപ്പണമായ പാപജീവിതം നയിച്ച, ഈ ലോകത്തിലെ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത, സ്തോത്രം, ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഡോക്ടർ എഴുതി തന്ന ഒരു കുറിപ്പ് കൊണ്ടുപോയി മരുന്ന് മേടിച്ചാൽ അകത്തിരിക്കുന്ന ഭൂതം പുറത്തു പോകത്തില്ല. ഏത് സ്കാൻ എടുത്താലും ഈ സാധനത്തെ കാണാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ആർക്കും ആ വ്യക്തിയെ വിടുവിക്കാൻ പറ്റത്തില്ല. എന്നാൽ അശുദ്ധാത്മ മണ്ഡലത്തിന്റെ മേൽ, പൈശാചിക ശക്തികളുടെ മേൽ, ഇരുളിന്റെ മേൽ അധികാരമുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന രാജാതിരാജാവും കർത്താവുമായ യേശു ക്രിസ്തു മാത്രമാണ്. Do not ever think that Mary Magdalene was just a holy person. No, she was afflicted by the same evil spirit which afflicted the demoniac of the Gadarene. And no medicine can heal a demoniac, and in no scanning reports you will find the demon possession. Only the Son of God, only the blood of Jesus can cleanse and bring out a person who is afflicted by demon. യേശു കർത്താവിനെ, ദൈവപുത്രനായവനെ, വെളിച്ചമായവനെ, ഇരുളിൽ വസിച്ചിരുന്ന, പാപജീവിതം നയിച്ചിരുന്ന ആ സഹോദരിക്ക് പാപവിമോചകനായ ക്രിസ്തുവിനെ കാണാൻ, അരികിലെത്താൻ ഒരവസരം ലഭിച്ചു. Mary Magdalene got a chance to see Jesus. She was living in darkness, and she got a chance to see Jesus, who was the light, and that chance she used. ആ എൻകൗണ്ടർ ആണ് അവളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ വഴിത്തിരിവ് എന്ന് പറയുന്നത്. That encounter was exactly the turning point of her life. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ഡിസംബർ മാസത്തിൽ ഇവിടെ അവളെ കുറിച്ച് പ്രസംഗിക്കാൻ പോകുന്നില്ല. നമ്മൾ ആരും ആ സ്ത്രീയെ അറിയാൻ പോകുന്നില്ല. If that important turning point of her life had never happened, nobody will ever know about her, and we will not be preaching about her today. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദരങ്ങൾ, ദൈവമക്കൾ, സഭാവിശ്വാസികൾ, കൂട്ടുവേലക്കാർ, ദൈവദാസന്മാർ തിരിച്ചറിയണം ആദ്യമേ, എന്താണ് ജീവിതത്തിൻ്റെ വഴിത്തിരിവ്? അത് അമേരിക്കൻ വിസ കിട്ടുന്നതാണോ, അതോ പുതിയ ജോലി കിട്ടുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ചില വിഷയങ്ങൾക്കകത്ത് ഏതെങ്കിലും ഒരു പ്രത്യേകതരം വിടുതൽ നടക്കുന്നതാണോ, അതോ സാമ്പത്തികമായ അഭിവൃദ്ധിയാണോ, ലോട്ടറി അടിക്കുന്നതാണോ? എന്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ വഴിത്തിരിവ് എന്ന സത്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. Let me make it clear to you today, to all those who are hearing me.
What is the turning point of your life? Is it that you get some money from somewhere? Is it that you won a lottery? Is it that you got a US visa? What exactly is the turning point you need to understand today? ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ജീവിതത്തിൻ്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിസയോ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയോ പണമോ പദവിയോ പ്രതാപങ്ങളോ അല്ല. യഥാർത്ഥമായ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്, വഴിത്തിരിവ് എന്ന് പറയുന്നത് നിന്റെ സ്രഷ്ടാവിനെ, നിന്റെ രക്ഷകനെ, നിന്റെ വീണ്ടെടുപ്പുകാരനെ, നിന്റെ ദൈവമായ യഹോവയെ യേശു ക്രിസ്തുവിനെ നിനക്ക് ലഭിക്കുന്നതാണ്, ലഭ്യമായി തീരുന്നതാണ്. ആ മൂമെന്റ് ആണ് നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്. Let me make it clear that it's not the US visa, it's not the job which you got, it's not the money which you have. The greatest turning point in any person's life is meeting with the Savior, who is the creator and redeemer of every souls, and that's the greatest turning point of any person's life. ചിലർ പറയുന്നു കല്യാണം കഴിക്കുന്നതാണ് ടേണിംഗ് പോയിന്റ്. Some people say that being married is the greatest turning point. 5 കല്യാണം കഴിച്ചത് ശരിയാകാത്ത സ്ത്രീയോട് പറയുന്നു, 5 കല്യാണം കഴിച്ചിട്ട് ശരിയാകാത്ത സ്ത്രീയോട് പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. Some people think that getting married is the greatest turning point, and we come across a woman who has been married for 5 times, and Jesus confronts her and says to her, what you are drinking will make you more thirsty, and the living water I gonna give you, and you will no more thirst. വളരെ പറമ്പുകളും വസ്തുക്കളും നന്മകളും സമൃദ്ധിയുമുള്ള മനുഷ്യൻ ഇനിയും ഞാൻ കുറെ കളപ്പുരകൾ പണിയും, ഇനിയും ഞാൻ കുറെ സമ്പാദിക്കും എന്ന് പറയുന്നവനോട് വളരെ നൈസായിട്ട് കർത്താവ് ചോദിച്ചു, മൂടാ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ അങ്ങ് പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോയാൽ കളപ്പുര പണിയേണ്ടി വരില്ല. ആരെങ്കിലും പണിതു വെച്ച പെട്ടി നിനക്ക് സ്വന്തമാകും. A person who thought that he had great amount of wealth and great granaries, and after the harvest he was thinking, I will expand this, I will buy more, and the same night the Lord up from heaven was looking at him and asking, oh fool, if I ask you your soul, what will be all these things which you amassed? നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വളരെ യാത്ര ചെയ്യുകയും പലരുമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അല്പമൊക്കെ, ഒത്തിരി ഒന്നും അറിയില്ല, അല്പമൊക്കെ എനിക്കറിയാവുന്ന ഒരു സത്യമാണ്, പണവും പ്രതാപവും അധികാരവും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സ്വസ്ഥത, സമാധാനം, നിങ്ങളുടെ അകത്തെ ആ വക്കും ഫീലിംഗ്, ആ ശൂന്യതയെ മാറ്റത്തില്ല. As a person, due to the ministry, as a person who has crisscrossed the world and had acquainted with many people, I want to say one lesson which I learned from my short life. It is that money, power, and different sorts of pleasures will never give you peace of life. 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ ആത്മഹത്യ ചെയ്തവരെ എനിക്കറിയാം. 500 കോടി കയ്യിലുണ്ടായിരുന്നു, അത് ഈ 10 കോടി നഷ്ടപ്പെട്ടതുകൊണ്ട് ആത്മഹത്യ ചെയ്തവരെ എനിക്കറിയാം. I know people who committed suicide just because they didn't have any single rupee in their hand, and I also know people who had 500 crores in their bank balance and they still suicided. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, മഗ്ദലക്കാരത്തി മറിയത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ് യേശുവിനെ കാണുന്നതാണ്. The greatest turning point in Mary Magdalene's life was she met Jesus. വേറെ ഒന്നും ഇന്നത്തെ സന്ദേശത്തിൽ എനിക്ക് അത് പറയാതെ ബാക്കി പ്രസംഗിക്കാൻ പറ്റില്ല. ഈ ലോകത്തിൽ മറ്റൊന്നും യേശു തരുന്ന തൃപ്തി നിങ്ങൾക്ക് തരില്ല. The satisfaction which Jesus gives, nothing else of this world can give. ഇപ്പോൾ ചില ആൾക്കാരെ ഇപ്പോൾ ദുബായിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പം പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുമ്പം പലരും പ്രാർത്ഥിക്കാൻ വരാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അവരിൽ ചില സഹോദരിമാർ പറയാറുണ്ട്, പാസ്റ്ററെ, എനിക്ക് UK പോകാൻ ഒരു വഴി തുറക്കാൻ പ്രാർത്ഥിക്കണം. When in Dubai, when I was praying for people, one sister came to me and asked, I want to go to UK and please pray for the visa. നമ്മൾ പ്രാർത്ഥിക്കുന്നു. ചില നാളുകൾ കഴിഞ്ഞ് എപ്പോഴെങ്കിലും UK ഏതെങ്കിലും സ്ഥലത്ത്, ലണ്ടനിലോ മാഞ്ചസ്റ്ററിലോ ലിവർപൂളിലോ ഒക്കെ ചെല്ലുമ്പം ഈ സഹോദരി യോഗം കഴിഞ്ഞ് വന്നിട്ട് പറയും, പാസ്റ്റർ ഓർക്കണുണ്ടോ എന്നെ, ഞാനാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് വെച്ച് UK പോകാൻ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു, പാസ്റ്റർ പ്രാർത്ഥിച്ചു, അല്ലെ ബ്രദർ പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ദൈവം എനിക്ക് വേണ്ടി അത്ഭുത വഴി തുറന്നു, ഞാനിപ്പം UK ദൈവം എന്നെ സഹായിച്ചു.
the same sister I'll be meeting in UK or somewhere in any part of the UK, and she will be telling, do you remember me, pastor? I was the one who asked you for prayer while I was in Dubai, and the Lord opened a way for me, and I am now here. നമ്മൾ പറയും വളരെ സന്തോഷം കർത്താവ് പ്രവർത്തിച്ചല്ലോ. അല്ല പാസ്റ്ററെ, ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടാക്സ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഓസ്ട്രേലിയ ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതാണെന്നാണ് കേൾക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ സുതാര്യമായി പോകും. ഓസ്ട്രേലിയക്ക് പോകാനൊന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിനോട് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവൂ. And while I was telling to her that, oh thank Lord, he has heard your prayer, and she says, pastor, one more prayer request, that it's very difficult to live here, and the circumstances are really bad, and we have to pay more taxes, and Australia is more friendly, and please pray that I may get a visa for Australia. നമ്മുടെ ജോലി പ്രാർത്ഥിക്കുക എന്നുള്ളതായതുകൊണ്ട് പ്രാർത്ഥിക്കും. ചില നാളുകൾ കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ മെൽബണിലോ സിഡ്നിയിലോ മറ്റേതെങ്കിലും അഡലേഡിലോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഈ സഹോദരി അതാ ആ യോഗത്തിനും വന്നിരിക്കുന്നു, പ്രാർത്ഥന കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുന്നു. ടിനു പാസ്റ്ററിനെ ഓർക്കുന്നുണ്ടോ? നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ദുബായ് വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടുന്ന് വഴി തുറന്ന് യു കെയിലെത്തി. പാസ്റ്റർ യു കെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശ്രമം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവം എനിക്ക് വേണ്ടി വഴി തുറന്നു. ദൈവം എന്നെയും കുടുംബത്തെയും ഓസ്ട്രേലിയ കൊണ്ടുവന്ന് പാസ്റ്ററെ ഇപ്പം 2 വർഷം കഴിയുന്നു. And the same lady I meet in Australia, and she says, do you remember me? The Lord has opened a way for me from Dubai into UK, and from UK into Australia, and thank the Lord for his wonderful works. ഞാൻ പറയും വളരെ സന്തോഷമുണ്ട് കേട്ടതിൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നല്ലോ. അല്ല പാസ്റ്ററെ, ഒന്നും തോന്നല്ലേ. ഞങ്ങളുടെ ഒരു പ്രത്യേകിച്ച് അച്ചാൻ്റെ ഒരു പ്രത്യേക റിക്വസ്റ്റാണ്. അച്ചാൻ്റെ പെങ്ങളും കുടുംബവും എല്ലാം അമേരിക്കയിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടിരിക്കുക. ഏകദേശം എല്ലാം സെറ്റാകാറായി. ഇവിടെ പിള്ളേരുടെ പഠിത്തം അങ്ങോട്ട് ശരിയാകുന്നില്ല പാസ്റ്ററെ. ഞങ്ങൾക്കങ്ങ് US പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അതങ്ങോട്ട് ഞങ്ങളെ ഒന്ന് കൗൺസിലേറ്റ് ചെയ്യുന്ന വിളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. പ്ലീസ് അതിനോട് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവൂ. And I said to the lady, thank you, and thank the Lord that the Lord has heard our prayers, and suddenly she will ask one more prayer request, that it's a request from my husband that our children like to study in USA, and everything is filed, and please pray for a visa to US. ദുബായ്ക്കാരൻ്റെ പ്രാർത്ഥനാ വിഷയം UK പോകണമെന്നാണ്. A person in Dubai like to go to UK, and that's his prayer request. UK-കാരൻ്റെ പ്രാർത്ഥനാ വിഷയം ഓസ്ട്രേലിയക്ക് പോകണമെന്നാണ്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. A UK person will pray that he want to go to Australia. ഓസ്ട്രേലിയ ചിലരൊക്കെ ചെല്ലുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയം അമേരിക്കയ്ക്ക് A പോകണം. man in Australia will pray that he want to go to US. നമ്മൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയം പാസ്റ്റർ ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകുമെന്നാണ്. And in US they are praying, we don't know where to go actually from the US. കാരണം മക്കളുടെ പീഡനവും ജോലിയും സ്ട്രെസ്സും ചിലർ വിചാരം സ്വർഗത്തിന് തൊട്ടു മുമ്പുള്ള സ്റ്റോപ്പ് അമേരിക്കയിൽ നിന്നാണ്. സ്വർഗത്തിന് തൊട്ടു മുമ്പുള്ള സ്റ്റോപ്പ്, പിന്നെ അവിടെ നിന്ന് അങ്ങ് സ്വർഗത്തിലോട്ട് പോവുക. പ്രൈസ് ഗോഡ്. നോ, ഈ ലോകത്തിലെ ഒരു കറൻസികളും, ഈ ലോകത്തിലെ ഒരു മതങ്ങളും, ഈ ലോകത്തിലെ ഒരു രാജ്യങ്ങളും, ഈ ലോകത്തിലെ ഒരു വ്യവസ്ഥകളും, ഈ ലോകത്തിലെ യാതൊന്നും നിങ്ങൾക്ക് യഥാർത്ഥമായ സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി തരില്ല. പോകുന്നത് കൊണ്ട് തെറ്റില്ല, പൊയ്ക്കൊള്ളുക, പ്രാർത്ഥിക്കാം, വഴികൾ തുറക്കട്ടെ. പക്ഷേ ഒരു ജോലി കിട്ടിയാൽ എൻ്റെ പ്രശ്നം മാറുമെന്ന് ചിന്തിക്കുന്നവരോട്, ഒരു വിവാഹം കഴിഞ്ഞാൽ എൻ്റെ വിഷയങ്ങൾ അവസാനിക്കുമെന്ന് ചിന്തിക്കുന്നവരോട്, ഞാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന എൻ്റെ ചില സ്വപ്നങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കപ്പെടുന്നത് കൊണ്ട് എല്ലാം തികയുമെന്ന് ചിന്തിക്കുന്നവരോട്, അത് നിങ്ങളുടെ തെറ്റായ ഒരു ചിന്ത മാത്രമാണ്. എന്നാൽ നിങ്ങൾ എങ്ങും പോയില്ലെങ്കിലും, മരുഭൂമിയിലാണെങ്കിലും, പത്മോസിൻ്റെ ഏകാന്തതയിലാണെങ്കിലും, ഗസയിലാണെങ്കിലും, എത്ര ഒറ്റപ്പെടലുകളുടെ നടുവിലാണെങ്കിലും, എത്ര കാരാഗ്രഹത്തിലാണെങ്കിലും, തീച്ചുളയുടെ നടുവിലാണെങ്കിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും, യേശു അകത്തുള്ളവൻ അനുഭവിക്കുന്ന ഒരു തൃപ്തിയുണ്ട്. അതാണ് യഥാർത്ഥമായ തൃപ്തി എന്ന് പറയുന്നത്. Nothing of this world can satisfy you, even if you have all currencies of this world, and if you have the most best occupation you have in this world, still you will be empty, still you will be looking for satisfaction. Only Jesus Christ can give you peace, even if you are in a wilderness, even if you are in a jail, even if you are in Gaza. If the Lord is with you, that's the place which is the most blessed place, which will give you peace and satisfaction to your life. ഈ ലോകത്തിലെ പലരും പലതിലും തൃപ്തരല്ല പ്രിയപ്പെട്ടവരെ.
ഈ ലോകത്തിലെ പലതിലും നമുക്ക് തൃപ്തി പ്രാപിക്കാൻ നമ്മുടെ ടേണിംഗ് പോയിന്റ് അതൊന്നും അല്ല. നമുക്ക് ആദ്യം ഒരു സൈക്കിൾ കിട്ടിയപ്പോൾ എന്നാ സന്തോഷമായിരുന്നു ചോദിച്ചു നോക്കി. സൈക്കിൾ ആദ്യം മേടിച്ചപ്പം 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഒരു സൈക്കിളൊക്കെ നിങ്ങൾക്ക് കിട്ടിയപ്പം അതിൻ്റെ റിം ഉൾപ്പെടെ നിങ്ങൾ ചെളി പറഞ്ഞതെല്ലാം തുടച്ച് സൈക്കിളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് സൈക്കിളിനെ നിങ്ങളൊരു എന്താ പറയുക, എന്തൊക്കെ അതിനകത്ത് കൊണ്ടുവെക്കാവോ അതെല്ലാം കൊണ്ടുവച്ച് എത്ര ശ്രേഷ്ഠം. കുറച്ച് നാൾ കഴിഞ്ഞപ്പം അതിനായിട്ടുള്ള സന്തോഷം അങ്ങ് പോയി. ബൈക്കാകാമെന്ന് കരുതി, ബൈക്ക് എടുത്തപ്പോൾ ചോദിച്ചു കാർ എടുത്ത് ചോദിച്ചു അടുത്ത മോഡൽ എടുക്കാമെന്ന്. ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്നവൻ ഇനി ഇതെല്ലാം ദൈവം കൊടുത്തെങ്കിൽ ഇനി അടുത്ത എന്നെ ഒപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. Most of the things of this world cannot satisfy you. Think of the day when you got a new bicycle, you just decorate it and you cherish it so badly and you like it so much, and after some time the liking is gone and you got a bike and you got a new car, and after the first car you are going after a new brand of car, and now people don't know what to buy and they are in a great dilemma. ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, അടുത്തടുത്ത നന്മകൾ നിങ്ങൾക്ക് വരട്ടെ, നിങ്ങളുടെ എല്ലാ ഭൗതിക കാര്യങ്ങളും കർത്താവ് അപ്ഗ്രേഡ് ചെയ്ത് തരട്ടെ. പക്ഷെ എൻ്റെ മെസ്സേജ് ഇതൊന്നുമല്ല, അത് കിട്ടരുതെന്നൊന്നുമല്ല, അത് കിട്ടുന്നത് കൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. എല്ലാ കാലത്തും ഇപ്പോൾ ഒരാൾ എൻ്റെ അടുക്കൽ ഒരു വാഹനം പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നാൽ അതിൻ്റെ താക്കോലും മേടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് വരെ ഈ നിമിഷം വരെ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം നിനക്ക് വാഹനങ്ങളും നന്മകളും വീടും ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ തരട്ടെ. കൂട്ടത്തിൽ പറയും കർത്താവിനെ മറക്കരുത്. I am praying that all of you will have all the blessings of this world, that you may enjoy your life in the presence of the Lord. You should have a good car. You should have all the amenities of this life. And whenever some people come to me and give their car key for dedication, I pray to them and say to them that let the Lord give you more amenities of this life. But I also say, do not forget the Lord. Do not forget to serve the Lord. പലരും ഉറക്കഗുളിക കഴിച്ചിട്ടും ഉറങ്ങാൻ പറ്റാതിരിക്കുമ്പം പണമൊന്നും അധികം ഇല്ലെങ്കിലും ഡിപ്പോസിറ്റ് ഒന്നും വലുതായിട്ടില്ലെങ്കിലും കിടക്കുമ്പം തന്നെ ഉറക്കം വരുന്നുണ്ടോ, ഉറങ്ങാൻ പറ്റുന്നുണ്ടോ സമാധാനത്തോടെ? കർത്താവിൻ്റെ കൃപയാണ്. Many people eat doses and doses of sleeping pills to get a sound sleep. But today you don't have much bank balance, but still while you see the bed you faint into sleep, and that's the grace of God. ദൈവം തന്ന ആഹാരമൊക്കെ കൃത്യമായിട്ട് കഴിക്കാനും ആ കഴിച്ച ആഹാരം കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആകാനും വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനും കർത്താവ് സഹായിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഇന്ന് ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതും അവനെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതും അവൻ്റെ സ്പർശനത്താൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞതും നിങ്ങളുടെ ജീവിതത്തിലെ അതാണ്, ആ മൊമെൻ്റാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഗൾഫിൽ പോയതോ വീട് കിട്ടിയതോ ഈ ലോകത്തിൽ മറ്റെന്തെങ്കിലും ലഭിച്ചതോ യാതൊന്നുമല്ല. അതൊക്കെ താൽക്കാലികമാണ്. അതെല്ലാം ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ കളഞ്ഞിട്ട് പോകാനുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ അകത്ത് വന്ന കർത്താവ് തന്ന രക്ഷയില്ലേ, ആ നിത്യജീവനില്ലേ, അത് ഇവിടെ തീരുന്നതല്ല, അത് നിത്യത വരെയും തുടരുന്നതാണ്. That's why I'm preaching, I'm teaching you. Jesus Christ is our turning point. Jesus Christ is our life. Jesus Christ is our everything. നമ്മുടെ ജീവിതത്തിലെ എല്ലാം എന്ന് പറയുന്നത് യേശു കർത്താവാണ്. നമ്മൾ പാടുമ്പം പാടാറുണ്ട്, എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറുന്ന ഈ ഉലകിൽ എനിക്കെല്ലാം യേശു. ഉലക വെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതെ ഓടുവാൻ, തണലെനിക്ക് നൽകുവാൻ വലഭാഗത്തായി ഉണ്ട് താൻ. ഹല്ലേലൂയ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ഈ ഉലകിൽ എല്ലാം യേശുവേ, അല്ലലേറും ഈ ഉലകിൽ എല്ലാം യേശുവേ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ,
തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്തായി ഉണ്ടു താൻ. തണലെനിക്കു നൽകിടുവാൻ വലഭാഗത്തായി ഉണ്ടു താൻ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അല്ലലേറും ഈ ഉലകിൽ എല്ലാം യേശുവേ. നമുക്ക് പാടാം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും. ശബ്ദമുയർത്തി പറഞ്ഞ് രാവിലും പകലിലും ചേലൊടു തൻ പാലനം. രാവിലും പകലിലും ചേലൊടു തൻ പാലനം. ഭൂവിയിലെനിക്കുള്ളതിന മാലിനില്ല കാരണം. ഭൂവിയിലെനിക്കുള്ളതിന മാലിനില്ല കാരണം. ഉള്ളത്തിൽ നിന്ന് പാടിയേ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ. ഈ യേശു ഇല്ലായിരുന്നെങ്കിൽ, ഈ കർത്താവ് ഇല്ലായിരുന്നെങ്കിൽ, ഈ യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, ഈ യേശു നിങ്ങളിൽ വന്നില്ലായിരുന്നെങ്കിൽ, ചോദിക്കട്ടെ, നിങ്ങളുണ്ടോ പ്രിയപ്പെട്ടവരെ? പിശാച് നിങ്ങളെ ബാക്കി വെക്കുമായിരുന്നോ? സാഹചര്യങ്ങൾ നിങ്ങളെ ബാക്കി വെക്കായിരുന്നോ? ഇന്നും ഈ പ്രതിസന്ധിയുടെ നടുവിലും ഈ വിഷയത്തിന്റെ നടുവിലും ഭാരമുള്ളിൽ നേരിടും, ആ നേരമെല്ലാം താങ്ങിയിടും. സാരമില്ലെന്നോതി തൻ മാർവിൽ എന്നെ ചേർത്തിടും. ആ മാറിലോട്ട് ചേർക്കുന്ന സ്നേഹം, ആ അരികിലോട്ട് ചേർത്ത് പിടിക്കുന്ന കർത്താവ് നമ്മുടെ ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ പറയുന്നു, ഞാൻ കാണില്ലായിരുന്നു. ഹല്ലേലൂയ. ചേർന്ന് പാടുമോ? ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും, തൻ മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും, തൻ മാർവിലെന്നെ. ഈ 2020 എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും നല്ലവൻ. ജീവിതം തകർന്നു പോയ, അശുദ്ധാത്മാക്കളാൽ പിടിപെട്ട, അന്ധകാരത്തിൽ ജീവിച്ച, ആരോരും അറിയാത്ത മഗ്ദലക്കാരത്തിയായ മറിയമെന്ന സഹോദരിയുടെ ജീവിതത്തിന്റെ വഴിത്തിരിവ് യേശു അവളെ കണ്ടതാണ്, അവൾ യേശുവിനെ അറിഞ്ഞതാണ്. The turning point of Mary Magdalene, whose life was totally broken, who was under the bondage of the evil spirit, who was not recognized by anyone. Jesus was her turning point. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എത്ര തകർന്നവരെങ്കിലും, നിങ്ങൾ എത്ര വലിയ മദ്യപാനിയെങ്കിലും, എത്ര വലിയ രോഗത്തിലും പാരമ്പര്യ ബന്ധനത്തിലും പിടിക്കപ്പെട്ട വ്യക്തിയെങ്കിലും, നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയാക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ മാനിച്ചുയർത്തുവാൻ യേശുവിന് കഴിയും. പലതും ശ്രമിച്ച് പരാജയപ്പെട്ടില്ലേ? എൻ്റെ ഒരു റിക്വസ്റ്റാണ്, യേശുവിനെ ഒന്ന് ശ്രമിക്കൂ. You might have tested, you might have taken many options, and you are totally broken in your life. You may be a drunkard, you may be having great financial crisis, and my appeal to you today is that please try Jesus, test with Jesus. ശ്രദ്ധിക്കുക, ഞാനിവിടെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ഈ കർത്താവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. റോമ പട്ടാളക്കാർ കല്ലറ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി ഒളിച്ചു. ആരും പുറത്തിറങ്ങുന്നില്ല. യേശുവിനെ അറിയാവുന്നവർ പോലും അറിയത്തില്ല എന്ന് പറയുന്നു. കൂടെ നടന്ന പത്രോസ് പോലും തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി ഓടിക്കളഞ്ഞു. എന്നാൽ ഇങ്ങനെ ഭയാനകമായ ഒരന്തരീക്ഷം നിൽക്കുമ്പോഴും
രാവിലെ ഇരുട്ടുള്ളപ്പോൾ മഗ്ദലക്കാരത്തിയായ മറിയം എന്ന ഈ സഹോദരി യേശുവിൻ്റെ കല്ലറയ്ക്കൽ പോകുവാൻ ഒന്നും കൂടെ ഒന്ന് കാണാൻ പറ്റുന്നെങ്കിൽ, ഒരിക്കൽ കൂടെ അവിടെ നിന്ന് ചെന്ന് നിന്നുണ്ടൊന്ന് ചിന്തിക്കാനും അവൻ നടത്തിയ വഴികളും വിടുവിച്ച വിടുതലുകളും ഒക്കെ ഒന്ന് ഓർക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ ആ കല്ലറവാതിക്കൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ശിഷ്യന്മാരെ യേശു അല്ലേ വിളിച്ചത്? ശിഷ്യന്മാരെയും കർത്താവല്ലേ ഇതുപോലെ വിടുവിച്ചത്? അങ്ങനെ എത്രയോ പേർക്ക് യേശു കർത്താവ് വ്യക്തിപരമായ വിടുതലുകൾ അയച്ചിട്ടും ഈ സഹോദരി ശിഷ്യന്മാർക്കില്ലാത്ത സ്നേഹം, പത്രോസിനില്ലാത്ത സ്നേഹം, യാക്കോബിനില്ലാത്ത സ്നേഹം, കൊട്ടാനും പാടാനും കേൾക്കാനും ഒക്കെ വന്ന പലർക്കും ഇല്ലാത്ത സ്നേഹം എന്തുകൊണ്ട് ഈ സഹോദരിക്ക് ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? This is a very special situation when everyone is hiding inside their homes because of fear. The Lord is in the tomb and there are Roman soldiers guarding the tomb and it's still pitch dark and many people including his disciple has scattered and nobody dared to come to this place at that point of time and nobody is showing their love towards Jesus in that way. And why this woman alone came to that place and showed such great love? ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം, ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു കർത്താവിനോട് ഇത്ര സ്നേഹമുണ്ടാകുവാൻ, സാഹചര്യങ്ങളെ വകവയ്ക്കാതെ മുന്നോട്ട് പോകുവാൻ അവൾക്ക് കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൾ യേശുവിൻ്റെ ശക്തി കണ്ടു നിന്നവളല്ല. യേശു ഭൂതത്തെ പുറത്താക്കുന്നത് പത്രോസിനെ പോലെ, യാക്കോബിനെ പോലെ, യോഹന്നാനെ പോലെ കണ്ടു നിന്ന് കൈകൊട്ടിയവളല്ല. യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് അവൾ നേർക്കാഴ്ചകളുടെ സാക്ഷിയായവളല്ല. വ്യക്തിപരമായി യേശുവിൻ്റെ ശക്തി അവൾ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞവളാണ്. യേശു ക്രിസ്തുവിൽ നിന്നുള്ള വിടുതലുകൾ വ്യക്തിപരമായി അവൾ സ്വീകരിച്ചവളാണ്. യേശു കൊടുക്കുന്ന രക്ഷ അനുഭവസ്ഥയാക്കിയവളാണ്. യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അവൻ്റെ പവർ എന്താണെന്നും അവൻ്റെ ശക്തിയും മഹത്വവും വിശുദ്ധിയും എന്തെന്ന് അവൾ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞവളാണ്. ഇതിൽ നിന്നുകൊണ്ട് ഞാനൊരു സത്യം ഇന്ന് വ്യക്തമാക്കുന്നു. കണ്ടവരും കേട്ടവരും നോക്കി നിന്നവരും അഭിപ്രായം പറഞ്ഞവരും അകന്നു മാറിപ്പോയാലും അനുഭവിച്ചറിഞ്ഞവർക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. അവന്റെ ശക്തി വ്യക്തിപരമായി അനുഭവിച്ചവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. അവൻ ആരെന്ന് യഥാർത്ഥമായി തിരിച്ചറിഞ്ഞവർക്ക് ഏതു സാഹചര്യത്തിലും അവനെ മറക്കുവാൻ കഴിയുകയില്ല. The most significant reason why Mary was at the tomb at that pitch dark time was just one difference that made her different from other disciples. Other disciples, including Peter, has seen the wonder works of Jesus, had heard him preach the good news. But the difference is that she was not an onlooker. She was not just a person in the audience. She personally experienced the power of the Lord. She personally experienced the salvation of the Lord. And that was one difference that made her not to sit at a home or sleep at home. Her feet moved towards the tomb to see Jesus. അവരുടെ പ്രത്യേകത, ഗോശാലയിൽ കന്നുകാലികളില്ലെങ്കിലും, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴമില്ലെങ്കിലും, മുന്തിരികൾ ഫലം കായ്ച്ചില്ലെങ്കിലും അവർ കർത്താവിൽ സന്തോഷിക്കുന്നവരാണ്. ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവനെ സേവിക്കുമെന്ന് പറയത്തക്ക നിലകളിൽ അവനുമായി ബന്ധമുള്ളവരാണ്, അനുഭവമുള്ളവരാണ്. Such people who had experience with the Lord, they will sing to the Lord even if the livestock is not there, even if the sheep is not there, even if the wine is cut off, we will praise the Lord. We will extol the name of the Lord. Even if we are rescued or not rescued from this fiery furnace, we will serve the Lord. That is the power of personal experience of the Lord. നിങ്ങളിൽ എത്ര പേർക്ക് ആ അനുഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം വ്യക്തമാക്കുന്നു. പല സാഹചര്യങ്ങളിലും നമ്മുടെ ഹൃദയത്തെ സംശയിപ്പിക്കാനും കൺഫ്യൂസ്ഡ് ആക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പുറകോട്ട് വലിക്കാനും ഒക്കെയുള്ള പല ശ്രമങ്ങളും, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ചില സാഹചര്യങ്ങൾ, ചില അനുഭവങ്ങൾ, പൈശാചിക മണ്ഡലങ്ങളിലെ പോരാട്ടങ്ങൾ, ഇതെല്ലാം വെളിപ്പെടുമ്പോഴും ഒരിഞ്ച് പോലും പുറകോട്ട് പോകാതെ ആ കർത്താവിലുള്ള വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് അവൻ്റെ സ്നേഹത്തിൽ വേരൂന്നി നിൽക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ?
ആ സമയത്തെല്ലാം ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ച ദൈവശക്തി. കർത്താവേ, നീ എന്നിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്നിൽ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കത്തില്ല. കാരണം ഞാൻ എങ്ങനെയായിരുന്നെന്നും എൻ്റെ ദൈവം എന്നെ എങ്ങനാക്കി മാറ്റിയെന്നും വ്യക്തമായി എനിക്കറിയാം. പല സമയങ്ങളിലും എൻ്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം, ഞാൻ അനുഭവിച്ച ദൈവശക്തി, നിൽക്കുന്നിടത്തുനിന്ന് തെറിച്ചുപോയ അനുഭവങ്ങൾ, നിൽക്കുന്നിടത്ത് ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മശക്തി വ്യാപരിച്ച് ഇലക്ട്രിക്കൽ സർക്യൂട്ട് പോലെ ദൈവശക്തി വ്യാപരിച്ച് ആത്മവിവശതയിൽ പോയ അനുഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും എത്ര വെല്ലുവിളികൾ വന്നാലും അനുഭവിച്ച ദൈവശക്തി ഞാൻ ഓർക്കും. എന്നെ രൂപാന്തരപ്പെടുത്തിയ ദൈവകൃപ ഞാൻ ഓർക്കും. എന്നെ ദൈവം തൊട്ട ചില അനുഭവങ്ങൾ ഞാൻ ഓർക്കും. അത് ഓർക്കുമ്പോൾ ഞാൻ കള്ള പിശാചിനോട് പറയും, മാറി നിൽക്കടാ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന്. From my personal experience, I have gone through tremendous struggles and troubles in my life, and there are situations in my life where I doubted that the time situation come that I doubt the presence of the Lord. The situation come to make us doubt and go back from the presence which we are experiencing. But from my personal experience, what I am saying is that I have experienced the electrifying power from the Lord, and if I have experienced that, I have said to Satan, oh liar Satan, get behind me. I have had the power of God in my life. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഈ കോവിഡിൻ്റെയൊക്കെ സമയങ്ങളിലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും ആരെങ്കിലുമൊക്കെ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ കർത്താവിൻ്റെ കൃപയിൽ നിന്ന് അകന്നു പോയെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇതൊക്കെ ചുമ്മാതാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയെങ്കിൽ, വാക്കും ഭാഷണവും കൂടാതെ ഉറപ്പിച്ചു പറയാം, അവർ യഥാർത്ഥമായി ദൈവശക്തി അനുഭവിച്ചവരോ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവരോ അവൻ്റെ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവരോ അല്ല. ആരാണ്ടൊക്കെ പറയുന്ന കേട്ട് ഏതാണ്ടിൻ്റെയൊക്കെ പുറകെ വന്നവരും, എല്ലാവരും കൊട്ടിയപ്പോൾ കൂടെ കൊട്ടിയവരും, എല്ലാവരും പാടിയപ്പോൾ കൂടെ പാടിയവരുമാണ്. യഥാർത്ഥമായി കർത്താവിനെ അനുഭവിച്ചവർ, യഥാർത്ഥമായി അവൻ്റെ ശക്തി അനുഭവിച്ചവർ, യഥാർത്ഥമായ ആത്മശക്തി ഏറ്റെടുത്തവർ, ക്രിസ്തു തരുന്ന, യേശു തരുന്ന യഥാർത്ഥമായ രക്ഷയും അവൻ്റെ രക്ഷയിലൂടെ വെളിപ്പെടുന്ന ട്രാൻസ്ഫോർമേഷനും ജീവിതത്തിൽ ഉണ്ടായവർക്ക് ആമീൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വന്നതിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും അവരെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. You may say that some people you have seen have backslided and they have gone astray from the Lord, and what I want to emphasize today is that if a person has really experienced the power of the Holy Spirit, if a person has really had the salvation experience in their life, if they had the Holy Spirit in their life, such persons cannot backslide from the presence of the Lord. And with Paul I want to say that nothing shall separate from the love of the Lord, not the things which is now, not the things which is to come. Nothing, absolutely nothing can separate us from the love of the Lord. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മഗ്ദലക്കാരത്തി മറിയത്തെ പോലെ യേശുവിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയുക. So what I want to say is that personally experience the power of Jesus Christ in your life. അനുഭവമില്ലാത്തവരാണ് അഭിനയിക്കേണ്ടി വരുന്നത്. And it is those who don't have an experience, they will show off. ഒരു സ്വത്രമൊക്കെ അവർ അനുഭവമില്ലാത്തവർ അഭിനയിക്കുകയാണ് ആത്മീയത. ആത്മീയത ഒരു അഭിനയമല്ല, അതൊരു അനുഭവമാണ്. കർത്താവിനെ അനുഭവിച്ചറിയുക. അവർ എക്സ്റ്റേണലി ഒന്നും പുറമെ കാണിക്കുന്നവരായിരിക്കത്തില്ല. ഞാനൊരു വിശുദ്ധനാണ്, ഞാനൊരു സംഭവമാണ്. അവരുടെ വസ്ത്രധാരണത്തിലോ അവരുടെ ആറ്റിറ്റ്യൂഡുകളിലോ അവരൊന്നും എക്സ്റ്റേണലി എന്താ പറയുന്നത്, എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും അവർക്ക് കാണുകയില്ല. അവർ വളരെ ജെന്യൂൻ ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും. കാരണം ആരെന്നാ പറഞ്ഞാൽ അവർക്കൊരു വിഷയമല്ല. കാരണം അവർ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതാ. അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് സംഘടനയോടല്ല, അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ഏതെങ്കിലും ഒരു വ്യക്തിയോടല്ല. അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ കർത്താവിനോടായിരിക്കും. The people who have experienced the power of the Holy Spirit, they won't mimic anything. They won't act as if they are spiritual. Spirituality is not acting out. It's being genuine to yourself. It's being simple to yourself. Your commitment is not to any organization. Your commitment is not to any human beings. You know whom you have called you and separated you, and you have commitment to the Lord who called you. ദൈവവുമായിട്ട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, രക്ഷിക്കപ്പെടാത്ത, കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത, ആത്മീയമായ അനുഭവങ്ങളില്ലാത്തവനെ പിടിച്ച് ഓർഗനൈസേഷനകത്ത് വെച്ച, സഭയ്ക്കകത്ത് വെച്ച, ശരിക്കും പറഞ്ഞാൽ
വെച്ചവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്, ഇനി എത്രയോ പേര് അനുഭവിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധമില്ലാത്തവർ, ഞാൻ ഉറപ്പായും പറയുന്നു, ബന്ധനം അഴിയുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവമായിട്ട് ബന്ധം ഇപ്പോഴും ഇല്ലാത്തവർ ബന്ധനത്തിലാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത്, അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കിയാൽ ഞാൻ അവന് സ്തോത്രം ചെയ്യുന്നു. David says that the Lord has shattered my shackles, so I will praise him. If you don't have a personal relationship with God, such people will make headache in organizations, and it's the relationship with God that makes a person out of bondage. അതിനകത്തുനിന്ന് ഒരു സന്ദേശമുണ്ട്, ബന്ധനം അഴിച്ചിരിക്കിയാൽ അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കാൽ ഞാൻ അവന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം പറയാതെ ആരാധിക്കാതെ കൈകെട്ടി ഇരിക്കുന്നവൻ വലിയ പുള്ളിയാന്നല്ല തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ ഏതോ വലിയ ചെങ്ങലയിട്ട് പിശാച് പൂട്ടി വെച്ചിരിക്കുക എന്നാണ്. The Lord has shattered my shackles or chains. That means that you have to be praising God if your chains are broken, and if you don't praise God, that means you are still under the curse of the bondage. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ, മഗ്ദലക്കാരത്തി മറിയം യേശുവിനെ കാണാൻ പുറപ്പെടുമ്പോൾ 3 പ്രതിസന്ധികൾ അവളുടെ മുൻപിൽ ഉണ്ടായിരുന്നു. There are 3 important obstacles which Mary Magdalene faced when she was reaching to Jesus. പ്രതിസന്ധിയുടെ നടുവിലും യേശുവിനെ സ്നേഹിക്കുക. In the midst of all your obstacles and problems, serve and love the Lord. പോയിന്റുകൾ എഴുതുന്നവർക്ക് വേണ്ടിയാണ്. പ്രതിസന്ധിയുടെ നടുവിലും യേശുവിനെ സ്നേഹിക്കുക. Amidst your problems, love the Lord. ഒന്ന്, മഗ്ദലക്കാരത്തി മറിയത്തിന്റെ മുമ്പിലുള്ള ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ആ ഇരുട്ടാണ്. The first hindrance is the pitch darkness which is in front of her. While it was still dark എന്നാണ് എഴുതിയിരിക്കുന്നത്. രാവിലെ ഇരുട്ടുള്ളപ്പോൾ, കാരണം ഒരു ഉദയ സൂര്യനല്ല അവളുടെ മുമ്പിലുള്ളത്. ഒരു സ്ത്രീ തനിച്ച് ഒറ്റയ്ക്ക് ഇരുട്ടത്തുകൂടെ പോകുന്ന സാഹചര്യം എപ്പോഴും ദുർഘടമാണ്. ആ ഇരുട്ട് അവളെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയാണ്. It's written there, while it was still dark and there is no sunshine, and a woman walking in pitch dark when nobody is around, it's very difficult to do that. ഒന്ന്, പ്രകൃതി അവൾക്ക് പ്രതികൂലമായിരുന്നു. The nature is against her. 2, അവളുടെ സാഹചര്യം അവൾക്ക് പ്രതികൂലമായിരുന്നു. കാരണം സാഹചര്യം എന്ന് പറയുന്നത്, ആ കല്ലറയുടെ വാതിക്കൽ കല്ല് ഉരുട്ടി വെച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഒന്ന് നോക്കിക്കോ, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വരുമ്പോൾ, ഇന്നത്തെ മെസ്സേജിന്റെ പ്രധാന ഭാഗത്തിലൂടെ നമ്മൾ വരികയാണ്. ഇന്നത്തെ തീമിന്റെ പ്രധാന ഭാഗത്തിലേക്ക്, തടസ്സങ്ങളെ മാറ്റുന്ന ദൈവം എന്ന വിഷയത്തിലേക്ക്. മർക്കോസ് 16-ന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സഹോദരിമാർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അപ്പം രണ്ടാമത്തെ അവളുടെ തടസ്സം എന്ന് പറയുന്നത് സാഹചര്യമാണ്. എന്താണ് സാഹചര്യം? ഉരുട്ടി വെച്ചിരിക്കുന്ന വലിയ കല്ല്, ആ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന പട്ടാളക്കാർ. അവിടോട്ട് ചെന്നാൽ, നീ എന്തിനിവിടെ വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ യേശുവിൻ്റെ കൂട്ടത്തിലുള്ള സഹോദരി ആയിരുന്നു, എന്നെ യേശു വിടുവിച്ചതാണ്, ഞാൻ അവൻ്റെ സാക്ഷിയാണ്, ശിഷ്യയാണ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഏത് ശിക്ഷയാ കിട്ടാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. സാഹചര്യം അവൾക്ക് പ്രതികൂലമായിരുന്നു. In Mark chapter 16 verse 3 and 4 we find the next obstacle, that is a big stone is rolled on towards the tomb, and also there are enough soldiers to guard the tomb. നിയമം അവൾക്ക് പ്രതികൂലമായിരുന്നു. The law is against her. അപ്പോൾ നിയമം പ്രതികൂലം, The law is against her. പ്രകൃതി പ്രതികൂലം, The nature is against her. സാഹചര്യം പ്രതികൂലം. All the circumstances working against her. നിയമവും പ്രകൃതിയും സാഹചര്യവും എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴാണ് ഈ സഹോദരി യേശുവിനെ കാണാൻ പുറപ്പെടുന്നത്. When the law, nature and circumstances are obstacles to her, she is pursuing to see Jesus. എന്റെ സാഹചര്യങ്ങളെല്ലാം ഒന്ന് മാറിയിട്ട്, എന്റെ അവസ്ഥയെല്ലാം ഒന്ന് മാറിയിട്ട് ഞാൻ കർത്താവിനെ ആരാധിക്കാം, സുവിശേഷ വേല ചെയ്യാം, മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, സാഹചര്യങ്ങൾ മുഴുവനും പ്രതികൂലമായിരിക്കുമ്പോഴും, അവസ്ഥകൾ മുഴുവനും നിനക്കെതിരായിരിക്കുമ്പോഴും, നിയമങ്ങൾ പോലും
നിനക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോഴും, പ്രിയ സുഹൃത്തെ, സഹോദര, സഹോദരി, ദൈവത്തിന്റെ പൈതലെ, ഏതൊരു അനുഭവത്തിലും ഏതൊരു സാഹചര്യത്തിലും കർത്താവിന് വേണ്ടി നീ വെച്ച ചുവടുകൾ ഇരുട്ട് കണ്ടുകൊണ്ടോ നിയമം കണ്ടുകൊണ്ടോ അനുഭവങ്ങൾ കണ്ടുകൊണ്ടോ പുറകോട്ട് വെക്കാതിരുന്നാൽ എപ്പോഴും നിന്റെ മുമ്പിൽ ഇരുട്ടായിരിക്കത്തില്ല. നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഇരുട്ട് കല്ലറയുടെ അടുക്കലെത്തുമ്പോഴത്തേക്കും നീ പ്രതീക്ഷിക്കാത്തൊരു വെളിച്ചം നിനക്ക് വേണ്ടി അവിടെ വെളിപ്പെട്ട് വന്നിരിക്കും. If you think that after every circumstances are okay, if everything is well to do, I will step forward for the Lord, I will step forward for the ministry, I will do my first steps. You may be thinking like that, but amidst all the situations, amidst all the circumstances, when everything is going wrong, if you choose to take the first step, it's not the darkness always covering the earth. The sun will shine. The Lord will show you the light at the nearness of the tomb. ചിലർ ചിന്തിക്കുന്നു, എന്നും എൻ്റെ മുമ്പിൽ ഇരുട്ടായിരിക്കുമോ, എന്നും ഈ തടസ്സമായിരിക്കുമോ, എന്നും ഈ പ്രതിസന്ധി ആയിരിക്കുമോ, എന്നും ഈ കണ്ണുനീരായിരിക്കുമോ, എന്നും എനിക്ക് പ്രതികൂലവും കഷ്ടകാലമായിരിക്കുമോ. ഇല്ല കുഞ്ഞെ, കർത്താവിന് വേണ്ടി വെച്ച ചുവടുകൾ, അവന്റെ നാമത്തിന് വേണ്ടി വെച്ച സ്റ്റെപ്പുകൾ നീ പുറകോട്ട് വെക്കാതെ നീ മുൻപോട്ട് തന്നെ ചുവടുകൾ വെക്കുന്നെങ്കിൽ, ആമീൻ, ഒരു സാഹചര്യത്തെയും പേടിക്കാതെ, ഒരു രോഗങ്ങളെയും ഭയപ്പെടാതെ, ഒരു പ്രതിസന്ധികളെയും ഭയപ്പെടാതെ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഒരു പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ നീ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അവൻ പ്രൂവ് ചെയ്യാൻ ഇനി മണിക്കൂറുകൾ അതിവിദൂരമല്ല. If you think that everything is working against me, no situation is favorable for me, how can I move forward? And the message for you today is that if you faithfully take the first step, the Lord is going to prove himself that he can make you press on and move forward, and he is faithful whom has called you. എന്തൊക്കെയോ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, അവസ്ഥകളെ കണ്ടുകൊണ്ട് പുറകോട്ട് വലിയാൻ ശ്രമിക്കുന്ന വ്യക്തിയോട് കർത്താവ് പറയുന്നു, ഇരുട്ട് കണ്ട് ഭയപ്പെടാതെ, സാഹചര്യം കണ്ട് ഭയപ്പെടാതെ, പ്രകൃതി കണ്ട് ഭയപ്പെടാതെ, സിറ്റുവേഷൻസ് കണ്ട് വറീഡ് ആകാതെ, ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോട് പറയട്ടെ, നീ കർത്താവിന് വേണ്ടി വെച്ച ചുവട്, മഗ്ദലക്കാരത്തി മറിയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, നീ കർത്താവിനെ കാണാൻ വെച്ച ചുവടുണ്ടല്ലോ, ഒന്നും കൂടെ കാണാൻ വെച്ച ചുവട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വെച്ച ചുവട്, നീ എന്തെങ്കിലും സാഹചര്യത്തെ കണ്ട് പേടിച്ചോ, നിയമമോർത്ത് പേടിച്ചോ, പ്രകൃതി കണ്ട് പേടിച്ചോ, പട്ടാളക്കാരെ കണ്ട് പേടിച്ചോ, ഭയപ്പെട്ടോ പുറകോട്ട് പോയാ നീ ചരിത്രത്തിൽ നിന്ന് തന്നെ ഔട്ടാകുകയാണ്. If you fear and go back, and if you don't take that first step towards the Lord, seeing the nature working against you, towards seeing the law against you and the guard against you, if you fall back and move back, one thing which happens into your life is you will be totally taken out from the history itself. നീ ഒരു ചരിത്രമായി, ഒരു സംഭവമായി, ഒരു അനുഗ്രഹമായി നിൽക്കണമെങ്കിൽ go forward. ഇതാരോടാ കർത്താവ് അറിയിക്കുന്നതെന്ന് എനിക്കറിയില്ല. നീ മുന്നോട്ട് തന്നെ പോകുക, നീ മുന്നോട്ട് തന്നെ പോകുക. നീ സാക്ഷിയാകാൻ പോവാണ്. ശിഷ്യന്മാരെ പോലും ഉറപ്പിക്കുന്ന, വലിയ പുള്ളികളെ പോലും ഉറപ്പിക്കുന്ന അനേകരുടെ മുൻപാകെ നീ കർത്താവിൻ്റെ സാക്ഷിയാകാൻ പോവുക. അവരൊരു ആമീൻ പറയണം കേട്ടോ. നീ കർത്താവിൻ്റെ സാക്ഷിയാകാൻ പോവുക. നീ ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ പോവുക. നീ ഒരു പരാജയമാണെന്ന് പറഞ്ഞവരുടെ നടുവിൽ നീ ഒരു സാക്ഷിയാകാൻ പോവുക. നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞവരുടെ മുൻപിൽ നിന്നെ ഒരു തുടക്കമാക്കി മാറ്റാൻ പോവുക. മഗ്ദലക്കാരത്തി മറിയയുടെ പ്രസംഗത്തോടുകൂടെയാണ് അടുത്തൊരു അധ്യായം, ഒരു ചരിത്രം, ഒരു ഹിസ്റ്ററി ആരംഭിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയുക, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന ആദ്യത്തെ മെസ്സേജ്, പ്രസംഗം നടത്തുന്നത് തന്നെ ഈ സഹോദരിയാണ്. Mary Magdalene is going to be a history. The step she took to see Jesus, that was a historical move, and you find that Mary Magdalene is the first person who preached that Jesus resurrected. She was the proclaimer of the first good news. And secondly, she was the one who empowered the disciples who were fearful. And all these things would not have happened if she has fallen back and backslided, but she moved forward. ഉയർത്തെഴുന്നേറ്റ തേജസ്സിൽ നിൽക്കുന്ന യേശുവിനെ കാണണം. ഇതൊരു ചെറിയ സന്ദേശമാണ്, ഞങ്ങൾ ഷോർട്ട് മെസ്സേജ് എന്ന് പറയും. ഉയർത്തെഴുന്നേറ്റ തേജസ്സിൽ നിൽക്കുന്ന കർത്താവിനെ നിനക്ക് കാണണമോ?
കാണണമെങ്കിൽ സാഹചര്യങ്ങളെ നോക്കാതിരിക്കുക, എതിരാളികളെ നോക്കാതിരിക്കുക, തടസ്സങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുക. മുന്നോട്ട് തന്നെ യേശുവിനെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ചുവടുകൾ വയ്ക്കുവാൻ ഹൃദയപൂർവം ജീവിതത്തെ സമർപ്പിക്കുക. അങ്ങനൊരു സമർപ്പണമുള്ളവർ ഉറപ്പായും മഗ്ദല മറിയം കണ്ട തേജസ്സിൽ നിന്ന് ക്രിസ്തുവിനെ നിത്യതയിൽ കാണും. Do you want to see the resurrected Christ in full glory? Do not move back. Do not backslide, seeing the circumstances. If you want to see Jesus like Mary Magdalene saw in full glory after resurrection, you also will be seeing the same. You will see the resurrected Lord in full glory in heaven. And this is a short message for you. ഞാൻ ഈ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം ആരോടും പുറകോട്ട് പോകാൻ പറഞ്ഞിട്ടില്ല. Throughout the Bible, you will never see the Lord asking someone to move back. ഞാൻ അതിന് പറയാറുണ്ട്, വിശ്വാസിയെ നിനക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. For a believer, there is no reverse gear. റിവേഴ്സ് ഗിയർ ഇല്ലാത്ത ഒരു വണ്ടിയില്ല. No vehicle is there without any reverse gear. പക്ഷെ വിശ്വാസിയുടെ ജീവിതത്തിന് റിവേഴ്സ് ഗിയർ, പുറകോട്ട് ഇടാനുള്ള ഗിയർ അവനില്ല. For a believer, there is no reverse gear at all. എന്ത് തന്നെയാണെങ്കിലും മുന്നോട്ട് പോകാനുള്ള ഗിയറേ അവനുള്ളൂ. What all circumstances are there, there is only one gear that will be pushing you forward. രസകരമായ ഒരു കാര്യം, ഇസ്രായേൽ ജനം ചെങ്കടലിന് മുമ്പിൽ നിൽക്കുകയാണ്, പുറകെ പറവോന് സൈന്യം വരികയാണ്, രണ്ട് വൻ മതിലുകൾ ചുറ്റും നിൽക്കുകയാണ്. ഒരു വഴിയും കാണാതെ നിൽക്കുമ്പം മോശയോട് യഹോവയായ ദൈവം പറയുകയാണ്, മോശേ നീ ഈ ജനത്തോട് പറയുക മുന്നോട്ട് പോകാൻ. Go forward. When everything was against the Israelites, the Pharaoh is pursuing them from back, and both sides they have big hills, and in front of them it's the Red Sea. And do you know what the Lord said to Moses? Moses, tell the people to move forward. ഇന്നത്തെ മോശമാരോട് വല്ലോ പറഞ്ഞെന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദിച്ചേനെ, മുന്നോട്ട് പോകൂ എന്ന് കേട്ട് തീരുന്നതിന് ചോദിച്ചോനെ എങ്ങോട്ട് പോകാൻ. Today's Moses would have asked, after hearing from the Lord, move forward, which forward? പക്ഷെ മോശ ചോദിച്ചില്ല എങ്ങോട്ട് പോകാനെന്ന്. ദൈവം മുന്നോട്ട് പോകാൻ നിന്നെ വിളിച്ചെങ്കിൽ, മുന്നേറാൻ വിളിച്ചെങ്കിൽ, ആരാണോ നിന്നെ വിളിച്ചത് അവനാണ് നിനക്ക് മുന്നോട്ടുള്ള എല്ലാ റൂട്ടുകളും ഓപ്പൺ ആക്കി തരുന്നത്. If the Lord has called you to move forward, the Lord is the one who gives everything that is needed for your advancement forward. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. ഓ വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. പ്രിയപ്പെട്ടവരെ, അവൾ മുന്നോട്ട് പോയി, കല്ലറയുടെ വാതിക്കലെത്തി. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൾ യേശുവിനെ അന്വേഷിച്ചു. അവിടെയെല്ലാം തിരഞ്ഞു, കല്ലറയിൽ കുനിഞ്ഞു നോക്കി, ശീലകൾ കിടക്കുന്നതല്ലാതെ കർത്താവിനെ കാണുവാൻ കഴിഞ്ഞില്ല. പ്ലീസ്, താങ്ക് യു ജീസസ്. She sought Jesus in the tomb, and she saw nothing but the linen cloth which was covering Jesus. Nothing she was able to see other than that. അവൾ അവിടെയെല്ലാം അന്വേഷിച്ചു. She searched all the place, യേശുവിനെ കണ്ടില്ല. but she did not find Jesus. ബൈബിൾ പറയുന്നു, Bible says like this. അവൾ കരയാൻ തുടങ്ങി. She began to cry. അവൾ നിലവിളിക്കാൻ തുടങ്ങി. She began to wail. അവൾ നിലവിളിക്കാൻ തുടങ്ങി. She began to cry loudly. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, When she was standing there അവൾ crying, നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, when she was wailing loudly, 13ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു.
എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട്, അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് അവരോട് പറഞ്ഞു. യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ പ്രായഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. ഞാൻ ആ ഭാഗം പറയുമ്പോൾ കർത്തദാസൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. അവൾ അവിടെയെല്ലാം തിരഞ്ഞു, കരയാൻ തുടങ്ങി. കല്ലറയിൽ നോക്കി, യേശുവിനെ കണ്ടില്ല. എന്നാൽ അവൾ അന്വേഷിക്കുകയാണ് കർത്താവിനെ. ഇവിടെ ഒരു വലിയ സന്ദേശമുണ്ട്. അവൾ തിരഞ്ഞു, കണ്ടില്ല. വീണ്ടും അവൾ അന്വേഷിക്കുകയാണ്. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തെ അടുത്തറിയാനും അവനെ കൂടുതൽ അനുഭവിക്കാനും അവനെ അന്വേഷിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ അവനെ കണ്ടെത്തും. അവൻ നിങ്ങളുടെ അരികിൽ വരും. അവൻ നിങ്ങളുടെ ഭവനത്തിൽ വരും. അവൻ നിങ്ങളെ സ്പർശിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുവാൻ പോകുന്നതിന് മുൻപ് ഇതിനകത്തുള്ളൊരു വലിയ സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്. തോട്ടക്കാരനെന്ന് നിരൂപിച്ചുകൊണ്ട് അവൾ യേശുവിനോട് സംസാരിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മനസ്സിലാക്കാതെ അവനോട് സംസാരിക്കുകയാണ്. അവനാരെന്നറിയാതെ അവനോട് സംസാരിക്കുകയാണ്. അവൾ അവനോട് പറയുന്നു, നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവനെ എനിക്ക് തിരികെ തരിക, ഞാൻ അവനെ ചുമന്നു കൊണ്ടുപോയിക്കോളാം. ഈ കല്ലറയിലിരുന്ന എൻ്റെ കർത്താവ് എവിടെ എന്നവൾ ചോദിക്കുന്നു. യെസ് പാസ്റ്റർ. Mary Magdalene was searching Jesus everywhere. She was there in the near the tomb, and inside the tomb she was searching. She found not Jesus, and around the place she was searching, she did not find Jesus. And the main message in this here is that if you are searching Jesus, you will find him. Those who search the Lord, you are going to find him. And Mary asked to the Jesus, have you taken Jesus, thinking that it's the gardener. ഇനി ഈ വാക്കൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ 16-ാമത്തെ വാക്യം, യേശു അവളോട് മറിയേ എന്ന് വിളിച്ചു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. ഒരു ദൈവികമായ ഒരു വെളിപ്പാട് ഇതിലുണ്ട്. യേശു കർത്താവിനെ അവൾ തിരഞ്ഞു. യേശുവിനെ അവൾ കണ്ടെത്തിയില്ല. യേശു അവളുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾ യേശുവിനോട് സംസാരിച്ചു. അവൾ യേശുവിനോട് ചോദിക്കുകയാണ്, ഈ കല്ലറയിലിരുന്ന യേശു എവിടെയാണ്? അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എനിക്ക് തിരിച്ചു തരിക. അപ്പോഴൊന്നും അവൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ യേശു അവളെ മറിയ, മേരി എന്ന് വിളിച്ചപ്പോൾ പൊടുന്നനവേ ആ സഹോദരി പറഞ്ഞ മറുപടി ഇതാണ്, റബൂനി, എൻ്റെ ഗുരു, മൈ മാസ്റ്റർ. ശ്രദ്ധിക്കുക, യേശുവിൻ്റെ മുഖം അവൾക്ക് മനസ്സിലായില്ല. യേശുവിൻ്റെ ആ രൂപം അവൾക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ യേശുവിൻ്റെ ശബ്ദം, വോയിസ് അവൾ ഐഡന്റിഫൈ ചെയ്തു. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ. 3 ദിവസം മുമ്പ് മരിച്ച് ക്രൂശിച്ച് കല്ലറയിൽ വെച്ച് എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ. നോ, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ആ സ്ത്രീ വിളിച്ചു, റബൂനി, എൻ്റെ ഗുരു. അവൾ കൺഫേം ചെയ്തു അത് യേശുവാണെന്നും അവൻ ഉയർത്തെഴുന്നേറ്റെന്നും. അവൾ എന്താ ഐഡന്റിഫൈ ചെയ്തേ? മുഖമല്ല, രൂപമല്ല, അവൻ്റെ ശബ്ദം, അവൻ്റെ വോയിസ്. ഇതാണ് യേശു പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും അവ എന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നു. Yes, Pastor. Mary Magdalene was unable to see Jesus, though she searched there, and she is asking to Jesus, where did you keep Jesus? And she was not able to recognize Jesus standing right in front of her. But when Jesus called her Mary, she was able to understand and recognize the voice of her master, that she responded
oh my teacher. And the message is that we read from the Gospels that my sheep will hear my voice and will recognize me. ബൈബിൾ പറയുന്നു, കല്ലറയിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉയർത്തെഴുന്നേൽക്കുകയും പുനരുത്ഥാനം ചെയ്യുകയും ചെയ്യുന്ന നാഴിക വരുന്നു. Bible clearly says that all those who are sleeping in the sepulchres will be hearing my voice and they will be coming up to get the reward which the Lord has set for each of them. അവന്റെ മക്കൾക്ക് മാത്രമേ, അവന്റെ ജനത്തിന് മാത്രമേ അവന്റെ ശബ്ദത്തെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. Only the Lord's people can recognize the voice of their master. കർത്താവ് താൻ ഗംഭീര നാദത്തോടും, കർത്താവിൻ്റെ ഗംഭീരനാദം, യേശുവിൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ എല്ലാവരും ആ ശബ്ദം തിരിച്ചറിയില്ല. അവൻ്റെ മക്കൾ, അവൻ്റെ ജനം, ക്രിസ്തുവിൽ മരിച്ചവർ രൂപാന്തരപ്പെടും. അവനിൽ വിശ്വസിച്ചവർ, അവന്റെ കൽപ്പന അനുസരിച്ചവർ, ഈ ഭൂമിയിൽ അവന്റെ ശബ്ദം കേട്ട് ജീവിച്ചവർ ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് രൂപാന്തരം പ്രാപിക്കും. When the Lord is coming in the clouds with loud cry and loud sound of the trumpet, only those people who are dead in Christ and who live in Christ only will resurrect. None other people will understand and recognize that sound. അതുകൊണ്ട് എനിക്ക് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത്രേ പറയാനുള്ളൂ. ഈ ഭൂമിയിൽ വെച്ച് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക, ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുക, അവൻ്റെ തൊഴുത്തിലെ ആടുകളായി തീരുക, അവൻ്റെ ജനമായി തീരുക. അവർക്ക് മാത്രമേ അവൻ്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. Only those people who are in his sheepfold, who had heard his voice, only who lived according to what he commanded, only such people can understand and recognize his voice audibly and അവന്റെ clearly. ശബ്ദത്തെ തിരിച്ചറിയുന്ന പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. To recognize his voice, you need to have the Holy Spirit inside of you. ഇനി ഞാൻ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. അവൾ ഓടി. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് വന്ന മഗ്ദലക്കാരത്തി മറിയെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇരുട്ടത്ത്, പ്രകൃതി പ്രതികൂലം, നിയമം പ്രതികൂലം, സാഹചര്യം പ്രതികൂലം, ഒരു പെങ്കൊച്ച് ഒറ്റയ്ക്ക് ഇരുട്ടത്ത് വളരെ ഭയപ്പെട്ട് വളരെ ആശങ്കയോടെ ആ ഇരുട്ടിനെ അവഗണിച്ചുകൊണ്ട് സാഹചര്യത്തെ ഭയപ്പെടാതെ മുന്നോട്ട് പോകുന്നു. അവൾ ചുറ്റും നോക്കുന്നുണ്ടായിരിക്കും ആരെങ്കിലും അവളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ട്, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന മറിയത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓടുകയാണ്. നിലത്ത് തൊടാതെ തുള്ളി ചാടിക്കൊണ്ട് അവൾ ഓടുകയാണ്. ചിലർ ചോദിക്കുന്നു, എന്താ ഇത്ര വലിയ ഓട്ടം, എന്താ ഇത്ര വലിയ ബഹളം, എന്നാ യുവമാരെല്ലാം കൂടി ഇത്ര വലിയ ശബ്ദം? വേറെ ഒന്നും കൊണ്ടല്ല, സൈലൻ്റായിട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്, സൈലൻ്റായിട്ട് വന്നവരാണ്. പക്ഷെ ഉയർത്തെഴുന്നേറ്റവനെ കണ്ടു, ഉയർത്തെഴുന്നേറ്റവനെ അറിഞ്ഞു, ഉയർത്തെഴുന്നേറ്റവൻ സംസാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ശബ്ദം എടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. ആമേൻ, സ്തോത്രം. വളരെ സ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഇനി കർത്താവിന് വേണ്ടി ഓടാതിരിക്കാൻ പറ്റില്ല. ഈ സഹോദരി ഇപ്പോൾ ഈ ഓടുന്ന ഓട്ടമില്ലേ, ഇത് പണത്തിനുള്ള ഓട്ടമല്ല, ഇത് പ്രശസ്തിക്കുള്ള ഓട്ടമല്ല, ഇത് സ്വയമഹത്വത്തിനുള്ള ഓട്ടമല്ല. ഉയർത്തെഴുന്നേറ്റവനെ കണ്ടത് അറിയിക്കാനുള്ള ഓട്ടമാണ്. Yes, Pastor, come on. In verse 2 we Hallelujah. read, then she ran and came to Simon Peter. This was not the same Mary Magdalene who was going into the tomb. She was afraid and she was going against all odds of life. The law is against her, the situation is against her, the nature is against her, and it's not the same person who is running back. What made the difference? The difference was that she understood Jesus is no longer dead. Jesus has resurrected. Some people ask, why you people are shouting? Some people ask, why you are running so fast? The answer for them is that we have seen the resurrected Jesus and we cannot but shout, we cannot but run. That's the reason why we are moving forward, we are running around and we are shouting praises to the Lord. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ അടുക്കൽ യഥാർത്ഥമായി വന്നവര് വന്നതുപോലെ തിരിച്ചു പോവുകയല്ല. അവനെ കണ്ടവർക്കും അവൻ്റെ അടുക്കൽ വന്നവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും,
എന്തെങ്കിലുമൊക്കെ അറിയിക്കാൻ കാണും, എന്തെങ്കിലുമൊക്കെ അനുഭവം കാണും. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെന്ന് കരുതിക്കൊള്ളുക. If you are really come to the resurrected Jesus, those people will have something to say about him, something to tell about their experience. And if you have nothing to tell, if you have nothing specific in your life, that means you haven't met the resurrected Jesus. ശിഷ്യന്മാരിരുന്ന ഭവനത്തിൽ അവൾ എത്തുകയാണ്. എന്നിട്ട് എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ പറയട്ടെ, അവൾ ആ വാതിക്കൽ മുട്ടുകയാണ്. യഹൂദന്മാരെ പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരിരുന്ന മുറിയിൽ ആ വാതിലിൽ വന്ന് മുട്ടുമ്പോൾ സത്യത്തിൽ ആ കതകിനകത്ത് മുട്ടുന്ന ഒച്ച കേട്ടിട്ട് എൻ്റെ ചിന്തയിൽ അകത്തിരുന്ന ശിഷ്യന്മാരുടെ അകത്ത് നല്ല ഭയം ഉണ്ടായി കാണും, നല്ല പേടി കാണും. അവരിരുന്ന സ്ഥലം കണ്ടുപിടിക്കപ്പെട്ടോ എന്ന ആശങ്കകൾ കാണും. എനിവേ അവർ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ മഗ്ദലക്കാരത്തി മറിയമാണ്. അവൾ ഓടിയതാണ്, നടന്നതല്ല. കർത്താവിന് വേണ്ടി നടക്കാനല്ല, കർത്താവിൻ്റെ വചനം പറയാൻ, അവൻ്റെ നാമത്തെ ഉയർത്താൻ ദൈവം നിന്നെ വിളിച്ചത് സ്ലോ മോഷനിൽ പോകാനല്ല, ഓടാനാണ്. ഓടാൻ കിട്ടുന്ന സമയം ഓടുക, ഓടുക. കർത്താവിന് വേണ്ടി, അവൻ്റെ രാജ്യത്തിന് വേണ്ടി ഓടുക. എത്ര വേഗത്തിൽ ഓടാമോ അത്രയും വേഗത്തിൽ ഓടുക. എത്ര വേഗത്തിൽ ഇത് അറിയിക്കാമോ അത്രയും വേഗത്തിൽ അറിയിക്കുക. ഏതെല്ലാം നിലകളിൽ ഇത് അറിയിക്കാമോ ആ നിലകളിലെല്ലാം ഇത് അറിയിക്കുക. അവൾ ഓടി ശിഷ്യന്മാരുടെ അടുക്കലെത്തിയിട്ട് കതക് തുറക്കുന്ന ശിഷ്യന്മാരുടെ അകത്ത് ആശങ്കയുണ്ട്, ഭയമുണ്ട്. അവർ ചോദിച്ചറിയുന്നു എന്താണ് സംഭവിച്ചത്. മറിയം ശബ്ദമുയർത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞോ, ആ കല്ലറയിൽ യേശുവില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ അവനെ കണ്ടു, അവൻ എന്നോട് സംസാരിച്ചു. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളം പിടഞ്ഞു വികസിച്ച് പത്രോസും യോഹന്നാനും ഇറങ്ങി ഓടി ആ കല്ലറയിലേക്ക്. ഇന്ന് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ തിരിച്ചറിയുക, പത്രോസും യോഹന്നാനും കല്ലറയ്ക്കലോടി. ആദ്യം കല്ലറയ്ക്കകത്ത് കിടന്നത് പീറ്ററാണ്, പക്ഷെ ആദ്യം എത്തിയത് യോഹന്നാനാണ്. ഞാൻ ആ സാഹചര്യം വ്യക്തമാക്കുന്നില്ല, കാരണം അതൊരു ലീഡർഷിപ്പ് മെസ്സേജാണ്. പ്രൈസ് ഗോഡ്. യോഹന്നാൻ പത്രോസിനെ വെയിറ്റ് ചെയ്തു. പത്രോസ് വന്നു, പത്രോസ് ആദ്യം കടന്നു. യോഹന്നാൻ പത്രോസിനെ കാത്തിരുന്നു. പത്രോസ് കല്ലറയ്ക്കൽ കടന്നു. ശീലകളല്ലാതെ കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. അന്നത്തെ ദിവസം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു പ്രത്യക്ഷമായി പറഞ്ഞു, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. യഹൂദന്മാരെ പേടിച്ച്, സാഹചര്യത്തെ പേടിച്ച്, പ്രതിസന്ധികളെ പേടിച്ച്, പേടിച്ചിരിക്കുന്നവന് വേണ്ടത് ഭക്ഷണമല്ല, പേടിച്ചിരിക്കുന്നവന് വേണ്ടത് വസ്ത്രമല്ല, പേടിച്ചിരിക്കുന്നവന് വേണ്ടത് കുറച്ചുകൂടെ ദിനാറും ഡോളറുമല്ല, പേടിച്ചിരിക്കുന്നവന്, ഭയപ്പെട്ടിരിക്കുന്നവന് വേണ്ടത് സമാധാനമാണ്. യേശു നടുവിൽ നിന്നിട്ട് അവൻ്റെ പ്രസന്റ് നീഡ് എന്താണോ, അവൻ്റെ പ്രസന്റ് ആ സിറ്റുവേഷൻ എന്താണോ, അവരത് പറയാതെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് അവർക്ക് കൊടുക്കുന്നു സമാധാനം. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന വിശ്വസിക്കുന്നവരോട് പറയുന്നു, നിന്റെ ആവശ്യം എന്താണോ, നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണോ, നീ ഇപ്പോഴെന്താണോ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ആ വിഷയം നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ഒരുക്കുന്ന കർത്താവിനെ ആ കൈകളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാമോ? നിങ്ങൾക്ക് സമാധാനമെന്ന് യേശു അവരോട് പറഞ്ഞു. യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു. ദൈവജനമേ, യഥാർത്ഥമായി നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയണമോ? ഞാൻ ഇന്നത്തെ മെസ്സേജിൽ മുഴുവൻ ഉൾപ്പെടുത്തിയതാണ്. യഥാർത്ഥമായ വഴിത്തിരിവ് നിങ്ങൾക്കുണ്ടാകണോ? നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയണം, നിങ്ങൾക്ക് യേശുവിനെ അനുഭവിക്കാൻ കഴിയണം. യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ദാറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ് യുവർ ലൈഫ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ്. യഥാർത്ഥമായിട്ടും ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരോട് സമാധാനമെന്ന് പറഞ്ഞു. പേടിച്ച മുഖത്തൊരു ചിരി വിടർന്നു. ആകുലത കൊണ്ട് നിറഞ്ഞ മുഖത്ത് നല്ലൊരു പുഞ്ചിരി ഉണ്ടായി. യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ഉള്ളത്തിൽ നിന്ന് ചിരിക്കുക. എത്ര നാളായി ഒന്ന് ഉള്ളം കൊണ്ട് സന്തോഷിച്ചിട്ടല്ലേ? ഒന്ന് ഉള്ളം കൊണ്ട് ചിരിച്ചിട്ട്, ഉള്ളം കൊണ്ടൊന്ന് സന്തോഷിച്ചിട്ട് ഒത്തിരി നാളായി എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആ കണ്ണുകളൊന്ന് അടച്ചേ, ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന യേശുവിനെ ഒന്ന് കണ്ടേ. നിങ്ങളുടെ അരികിൽ നിന്നുകൊണ്ട് നിനക്ക് സമാധാനം തരുന്ന, സൗഖ്യം തരുന്ന, രൂപാന്തരം തരുന്ന, വീണ്ടെടുക്കുന്ന,
നഷ്ടപ്പെട്ടെടുത്തുനിന്ന് ആരംഭിക്കുന്ന, കഴിഞ്ഞെന്ന് പറഞ്ഞെടുത്തുനിന്ന് സകലവും തുടക്കം കുറിക്കുന്ന, ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും, എൻ്റെ മുമ്പിലുള്ള ഈ തടസ്സം ആരും നീക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എനിക്കായി ദൂതന്മാരെ അയച്ച് എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ ഉരുട്ടി മാറ്റുന്ന, ഞാൻ ആഗ്രഹിച്ച തീരത്ത് എന്നെ എത്തിക്കുന്ന എൻ്റെ യേശു. എല്ലാം മറക്ക് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ഒന്ന് മറന്നേ, എല്ലാം ഒന്ന് മറന്നേ. മനുഷ്യനെ, സാഹചര്യങ്ങളെ, രോഗത്തെ, പ്രതിസന്ധികളെ, പ്രസന്റ് സിറ്റുവേഷനെ, പാസ്റ്റിനെ എല്ലാം ഒന്ന് മറന്നേ. കർത്താവിൻ്റെ മുഖത്തോട്ട് ആ കണ്ണുകളൊന്ന് ഉയർത്തിയേ. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന യേശുവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ പറയും, ഇത്ര നല്ലവനാം പ്രിയനെ ഈ ധരയിൽ രുചിച്ചറിയാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും എനിക്ക് എൻ്റെ യേശു മതി. പറയാൻ പറ്റുമോ? ബ്രദറെ, പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് മറ്റൊന്നുമല്ല, എനിക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞതാ. ഈ കഴിഞ്ഞ 8-9 മാസം അല്ലെങ്കിൽ 10-11 മാസം, ഈ ഡിസംബറിൻ്റെ ഈ നിമിഷം വരെയും ഈ വർഷം എന്നെ നിർത്തിയത് ആ സ്നേഹമാ, ആ കരമാ, ആ കരുതലാ. നന്ദി പറഞ്ഞേ, ആ കൈകൾ ഉയർത്തി പറഞ്ഞേ, ഇത്ര നല്ലവനാം പ്രിയനേ ഈ ധരയിൽ രുചിച്ചറിവാൻ, ഇത്ര നല്ലവനാം പ്രിയനേ ഈ ധരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയ. കൈകൾ ഉയർത്തി പറഞ്ഞേ, ഇടയായതിനാലൊടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ, കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും. അനുവലൻ 2 തവണ അവളോട് കർത്താവ് പറയുകയാണ്. 13ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മളിപ്പോൾ പാടിയതുപോലെ, കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും. സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? 13ാം വാക്യം. 15ാമത്തെ വാക്യത്തിലും യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? നീ എന്തിനാ ഇങ്ങനെ ആകുലപ്പെടുന്നേ? നീ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നേ? നീ കണ്ടില്ലേ ഞാൻ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത്? നിനക്ക് എന്നെ കാണാനും മനസ്സിലാക്കാനും, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന യാഥാർത്ഥ്യം, ഞാൻ ജീവിക്കുന്നു എന്ന സത്യം നിനക്ക് കിട്ടാതെ പോയത് കൊണ്ടാണ് നീ കരയുന്നത്. ഞാൻ യഥാർത്ഥമായി ഉയർത്തെഴുന്നേറ്റു എന്ന് നീ തിരിച്ചറിഞ്ഞെങ്കിൽ ഇപ്പൊ ഈ ഒഴുക്കുന്ന കണ്ണുനീരിന്റെ ആവശ്യം വരുന്നില്ല. മോനെ, മോളെ, യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട്, കർത്താവ് നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് യേശു നിനക്ക് വേണ്ടി ഉള്ളത് കൊണ്ട്, ആരോടൊക്കെയോ കർത്താവ് പറയുകയാണ്, കരയണ്ട, നീ ഇനി കരയണ്ട, നീ ഇനി കരയണ്ട. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കും എന്നെ നിത്യം. ആ ജോലി ശരിയായില്ല, ആ കല്യാണം നടന്നില്ല, ആ രോഗസൗഖ്യമായില്ല, ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പറയട്ടെ, കരയണ്ട. സ്റ്റിൽ ഇപ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ജീവനോടുണ്ട്. He is living for you. അവൻ നിനക്കായി ജീവിക്കുന്നുണ്ട്.
കരയണ്ട, ആകുലപ്പെടണ്ട, നിരാശപ്പെടണ്ട, ഞാനങ്ങ് തകർന്നു പോയല്ലോ എന്ന് ചിന്തിക്കേണ്ട. യേശു നിനക്കായിട്ടുണ്ട്, മറ്റാരുമല്ല പ്രിയപ്പെട്ടവരെ. അവൻ നിന്നെ സൗഖ്യമാക്കും. അവൻ നിനക്കായി വഴികളെ തുറന്നു. അവൻ നിന്റെ അവസ്ഥകളെ മാറ്റും. ഹല്ലേലൂയ. പിതാവേ, ഇന്ന് ആരൊക്കെ കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അവരായിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു, നിന്റെ കരം അവരെ സ്പർശിക്കണമേ. എല്ലാം അവർക്ക് പ്രതികൂലമായിരിക്കുമ്പോഴും, നിയമവും പ്രകൃതിയും സാഹചര്യവും എല്ലാ അവസ്ഥകളും പ്രതികൂലമായിരിക്കുമ്പോഴും, എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരിക്കുമ്പോഴും അനുകൂലമായ യേശു ഉണ്ട് എനിക്ക് എന്നുള്ള ബോധ്യത്തിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച്, അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ജീവിതത്തെ ഞാൻ നിനക്ക് തരികയാണ്. നിന്നെ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, നീ എന്നെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ പോലും കാണില്ലായിരുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു, എത്ര പേർ അത് അനുഭവിക്കുന്നു. ആ യേശുവിൻ്റെ കയ്യിലോട്ടുന്ന ജീവിതത്തെ സമർപ്പിച്ച്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ശ്രമിച്ച് പരാജയപ്പെട്ടവർ യേശുവിനെ ഒന്ന് ശ്രമിച്ച്, അതൊരിക്കലും പരാജയപ്പെടില്ല. ജീസസ് നെവർ ഫെയിൽസ്. യേശു പരാജയപ്പെടില്ല. ജീസസ് നെവർ ഫെയിൽസ്. ജീസസ് നെവർ ഫെയിൽസ്. ഹി വിൽ ഗിവ് യു ദ ന്യൂ ലൈഫ് ഫോർ യു. അവൻ നിനക്കൊരു പുതിയ ജീവിതം തരും, ഒരു പുതിയ ജീവിതം തരും. ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എൻ്റെ പാപങ്ങളെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ ജീവിതം ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. മഗ്ദല മറിയത്തെ പോലെ അവിടുത്തെ സാക്ഷിയായി, അവിടുത്തെ മഹത്വത്തിനായി ഓടുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പാട്ടിന്റെ വരികൾ പാടി, കരങ്ങൾ അടിച്ച്, അധരങ്ങൾ തുറന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. Hallelujah. May God bless you and I bless you in Jesus name. മുൻപോട്ട് പോകുക, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ചേർന്ന് കരങ്ങളെ തട്ടി പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. എന്റെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഓ, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാം. മണ്ണിലല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാം. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു.
കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നെ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.